ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഇത്രയും കാലം കൂടെ നടന്നിട്ടും ഈ പാവപ്പെട്ടവന്റെ മനസ്സിലാവാത്ത മാഡത്തോട് ഞാൻ എന്ത് പറയാനാ? അനാവശ്യമായി എടുത്തു ചാടി പ്രതാപനോടൊന്നും പറയേണ്ടിയിരുന്നില്ല. ഇനിയുള്ള പ്ലാനിങ്ങിലെ ഈ കിളവിയെ കൂടെ ഉൾപ്പെടുത്തണം. എന്താ അമ്മേ? പറയാം. കുറെ കാശുകൾ ഉണ്ടാക്കാൻ ദൈവം കാണിച്ചു തരുന്ന മാർഗങ്ങള് ഇവനെയും ഇവളെയും തമ്മിൽ തല്ലിക്കാൻ എന്താ ഒരു വഴി? പനിയുടെ ആസക്തി കുറഞ്ഞു, ഇപ്പൊ ചൂടില്ല. ഇനിയിപ്പോ റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. എങ്കിലും എന്നും ആവി പിടിക്കണം. മാഡം റെസ്റ്റ് എടുത്തോ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്തു പറയുന്നു? പൊക്കോട്ടെ. ഞാൻ പോരുതെന്ന് പറഞ്ഞ രാജു പോവാതിരിക്കോ? അതിലെന്താ സംശയം? മാഡം പോകണ്ടെന്ന് പറഞ്ഞാ ഞാൻ പോവില്ല. എന്നാ പൊയ്ക്കോ രാജു. ഞാനൊരു കാര്യം ചോദിച്ചാ രാജു സത്യം പറയണം. സത്യം മാത്രമേ പറയാവൂ. ഞാൻ നുണയൊന്നും പറയില്ല മാഡം. അത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ചോദിക്കാനുള്ള കാര്യം വേറെ. മാഡം ചോദിക്കേ. രാജു എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം സിൻസിയർ ആയിട്ടാണോ? എന്താ മറുപടി പറയാത്തത്? എനിക്കൊരു പനി വന്നപ്പോ രാജു എന്നോട് കാണിച്ച ഈ കെയറിംഗ് ഒക്കെ സിൻസിയർ ആയിട്ടാണോന്ന് അറിയേണ്ടത്. എനിക്കിപ്പോ ഒരു ആൻസർ കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് തന്ന ഈ സ്നേഹവും പരിഗണനയും ഒക്കെ മനസ്സിൽ തട്ടി കാണിക്കുന്നതാണോ, അതോ ഞാൻ മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മകളായതുകൊണ്ട് കാണിക്കുന്നതാണോ രാജു? അതോ ഞാൻ സൂര്യമംഗലത്തെ സരസ്വതി വർമ്മയുടെ കൊച്ചുമകളായതുകൊണ്ടാണോ എന്നെ സ്നേഹിക്കുന്നത്? അതോ ഭാര്യ എന്ന നിലയിലാണോ? രാജു ഒന്നും മിണ്ടില്ല എന്ന തീരുമാനം എടുത്തതുപോലെ ആണല്ലോ. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. അച്ഛൻ വരുമെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ രാജു എന്നോട് ഇത്രയും കെയറിംഗ് കാണിക്കുന്ന? ഞാൻ ചോദിച്ചതിനൊന്നും രാജു മറുപടി പറഞ്ഞില്ല. മറുപടി പറഞ്ഞേ പറ്റൂന്ന് മാഡത്തിന് നിർബന്ധമാണോ? ഉണ്ട്. ഞാൻ ആത്മാർത്ഥ ഉള്ളവനാണോ അല്ലയോ എന്നറിയാൻ മാഡം ഇന്നലകളെ ഒന്ന് ഓർക്കണം. കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും മാഡം ഒന്ന് ഓർക്കണം. ഞാൻ മാഡത്തെ കൊണ്ടു നടന്നതും ഓരോ സ്ഥലത്തും ഓരോ ആപത്തു നിന്ന് രക്ഷിച്ചതും എല്ലാം ഓർക്കണം. അങ്ങനെ എല്ലാം എല്ലാം എല്ലാം.
ഞാനൊരു ചെറുപ്പക്കാരനാ. അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. മാഡത്തെ പോലെ ഇത്രയും നല്ലൊരു പെൺകുട്ടിക്ക് ഭർത്താവാകാനുള്ള യോഗ്യത ഉണ്ടോന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഇത്രയും കാലം കൂടെ നടന്നിട്ടും ഈ പാവപ്പെട്ടവന്റെ മനസ്സിലാവാത്ത മാഡത്തോട് ഞാൻ എന്ത് പറയാനാ? മാഡം എന്നെ വെറുത്താലും ഞാൻ മാഡത്തെ വെറുക്കില്ല. മനസ്സിൽ മാഡം എന്നും എനിക്ക് വിഗ്രഹം തന്നെയാ. ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് പറഞ്ഞ പോരെ? എന്നോട് പ്രണയമാണെന്ന് മാത്രം. അത് കേൾക്കാനാ ഞാൻ കാത്തിരിക്കുന്നത്. മോനെ നിന്നടാ. നീ എവിടെ പോവാ? അത് ഞാനൊരു കാര്യത്തിന് വേണ്ടി. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. അത് കേട്ടിട്ട് നീ പോയാ മതി. ഒരു പിതാവിന് തന്റെ മകനോട് പറയേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷെ പറയേണ്ടതായ ചില സംഗതികള് പറഞ്ഞല്ലേ പറ്റൂ. അമ്മ സ്നേഹം പഠിപ്പിക്കുന്നു, അച്ഛൻ ജീവിതം പഠിപ്പിക്കുന്നു, അധ്യാപകൻ അറിവ് പകരുന്നു. ഇങ്ങനെയാണല്ലോ ഒരാളുടെ വളർച്ച. ഞാൻ പഠിപ്പിച്ച ജീവിത പാഠങ്ങളിൽ എന്റെ കുഴപ്പം കൊണ്ടോ നീ പഠിച്ചതിന്റെ തകരാറുകൊണ്ടോ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതിലൊന്നാണ് ഹൃദയം തുറന്ന് പറയാനുള്ള മടി. അകലെ